ലോകത്തെ തന്നെ ഏറ്റവും വിശ്വാസ്യമുള്ള രഹസ്യാന്വേഷണ ഏജൻസിയാണല്ലോ CIA, ചാരസംഘടന. അതിനകത്ത് കടുവയെ പിടിക്കുന്ന കിടുവയുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതായത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഇപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അറിയാമല്ലോ. അത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില രഹസ്യരേഖകൾ ചോർന്നു. അതായത് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന് പറഞ്ഞ് അമേരിക്ക ഒരു ഏജൻസിയുണ്ട്. അവർ സാറ്റലൈറ്റുകൾ വെച്ചിട്ട് ലോകത്തിൻ്റെ ഓരോ രാജ്യത്തും നടക്കുന്ന നീക്കങ്ങൾ ഒപ്പിയെടുക്കും. എല്ലാ രാജ്യത്തും. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ ഷിപ്പ്യാർഡ് ഇതൊക്കെ അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുക. നാഷണൽ ജിയോ സ്പെഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസിയാണ് നോക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ചിത്രങ്ങളൊക്കെ CIA കൊടുക്കും. അങ്ങനെ അവർ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ, ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മിസൈലുകൾ മാറ്റുന്നു, വ്യോമാഭ്യാസം നടത്തുന്നു, വിമാനങ്ങൾ റീഫ്യൂവൽ ചെയ്യാനുള്ള പരിശീലനം നടത്തുന്നു, ആകാശത്ത് വെച്ച് ഇതിൻ്റെയൊക്കെ ട്രയൽ നടത്തി. നമ്മൾ ഈ ഒക്ടോബർ 26 അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ചിത്രങ്ങളെല്ലാം CIA കൊടുത്തു. ഈ ചിത്രങ്ങൾ പുറത്തു വന്നു. ഇങ്ങനത്തെ പരിശീലനങ്ങൾ നടക്കുന്നു എന്നും പറഞ്ഞ് വാർത്തകൾ പുറത്തു വന്നു. വലിയ അടിയായിരുന്നു. CIAയുടെ കയ്യിൽ നിന്ന് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ വിവരങ്ങൾ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി എടുക്കുന്ന മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ട്രയലിൻ്റെ വിവരങ്ങൾ ചോർന്നുപോയി. അമേരിക്ക ഞെട്ടിപ്പോയി. CIAയുടെ പക്കൽ അവരുടെ ഏറ്റവും എലീറ്റായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ സംവിധാനമാണ് ചാര ഉപഗ്രഹങ്ങൾ വഴി ചിത്രങ്ങൾ എടുത്തിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അത് ചോർന്നു പോയപ്പോൾ അമേരിക്ക CIAയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീക്കേജ് ആയിരുന്നു. അത് അവർ വലിയ കാര്യമായി ആഘോഷിച്ചില്ല, കാരണം നാണക്കേടാണല്ലോ. പക്ഷെ അന്ന് മാധ്യമങ്ങളൊക്കെ അമേരിക്ക ചോർത്തിയെന്നായിരുന്നു. അതെ, അത് വന്നിട്ട് പറയുന്നത് അതിൻ്റെ ആളെ ഇപ്പോൾ അവർ പിടിച്ചു കംബോഡിയയിൽ നിന്നാണ് FBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ CIAയുടെ ഒരു ചാരൻ, CIAയുടെ ചാരനെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു CIA ഏജൻ്റാണ് ഇത് ചോർത്തിയത്. കംബോഡിയയിൽ പ്രവർത്തിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന അണ്ടർ കവർ ഓഫീസറായ ഒരു CIA ഏജൻ്റാണ് ഇത് ചോർത്തിയത്. അപ്പോൾ CIAക്കുള്ളിൽ നിന്ന് CIA എന്ന് പറയുന്ന ലോകത്തിലെ എല്ലായിടത്തും കയറി ഇടപെടുന്ന CIAക്കകത്ത് ഇറാനോട് താല്പര്യമുള്ള ഒരാൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അയാളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. ആസിഫ് വില്യം റഹ്മാൻ. സ്വാഭാവികം സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന അല്ല അത്. പക്ഷേ അത് അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ ചാരസംഘടനയിലേക്ക് എടുക്കുന്ന ആളുകളെ എല്ലാത്തരം പരിശീലനങ്ങളും ഒക്കെ നടത്തി ടെസ്റ്റുകളും അയാളുടെ ക്രെഡിബിലിറ്റിയും ക്രെഡൻഷ്യൽസും ഒക്കെ നോക്കിയിട്ട് അയാളുടെ ലോയൽറ്റിയൊക്കെ ഉറപ്പാക്കിയിട്ടാണ് വെക്കുന്നത്. പക്ഷേ അമേരിക്ക ഞെട്ടിപ്പോയി. ഇയാൾ കംബോഡിയയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അയാളാണിത് ചോർത്തിയെന്ന് FBI കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്തിട്ട് വിർജീനിയ കോടതിയിൽ ഹാജരാക്കി. എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങളൊന്നും വാർത്തയില്ല. സത്യത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയല്ലേ? തീർച്ചയായും. അമേരിക്ക തീക്കട്ടയിൽ ഉറുമ്പരിക്കുക. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഈ അമേരിക്കയ്ക്ക് ഒരു 5 ഐസ് എന്നൊരു ഏജൻസി ഉണ്ട്. അതായത് US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് 5 രാജ്യങ്ങൾ ഒരുമിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അതിനാണ് 5 ഐസ് എന്ന് പറയുന്നത്. ഈ 5 ഐസിന് ചില ഇത്തരം കാര്യങ്ങളിലൊക്കെ ആക്സസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറും. അപ്പോൾ അമേരിക്ക ആദ്യം സംശയിച്ചത് ഈ 5 ഐസിലുള്ള US-ൻ്റെയോ കാനഡയുടെയോ ഓസ്ട്രേലിയയുടെയോ ന്യൂസിലൻഡിൻ്റെയോ ഏതെങ്കിലും ഏജൻറ്റുമാർ വഴി ചോർന്നതാണോ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ നാഷണൽ ജിയോ സ്പെഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രേഖകളുടെ ആക്സസ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ടോപ്പിലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഏറ്റവും ലോയലായിട്ടുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള ജോലി നിർവഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ വിവരം കിട്ടത്തുള്ളൂ. പക്ഷേ ഈ വിവരം ചോർന്നതെന്ന് പറയുന്നത് നമ്മൾ അന്നും അതിൻ്റെ ഡീറ്റെയിൽസ് വന്നില്ല. കാരണം അത് അമേരിക്ക തന്നെ പ്ലേ ഡൗൺ ചെയ്തു. അത് വ്യാജമാണ്, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, ഇതിങ്ങനെയൊക്കെ ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. മിസൈലൊക്കെ പടിഞ്ഞാട്ട് മാറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറാൻ ഉടനെ പടിഞ്ഞാറ് ആക്രമിക്കും. അപ്പോൾ ഇത് കിഴക്കോട്ടായിരിക്കും മാറ്റിയിരിക്കുക. അങ്ങനെ വ്യാജമായി അമേരിക്ക തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പഗാൻഡയാണെന്നൊക്കെ ഉള്ള ക്യാമ്പയിനുകൾ വന്നു. നമ്മളും സംസാരിച്ചു. അതെ, നമ്മളെന്ന് പറഞ്ഞു. പക്ഷേ അത് അമേരിക്ക ഉണ്ടാക്കി വിട്ടതായിരുന്നു. ശരിക്കും ചോർന്നിരുന്നു. ഈ സമയത്ത് തന്നെ ഇന്റേണൽ അന്വേഷണം ആരംഭിച്ചു. അതെ, ഇന്റേണൽ അന്വേഷണം ആരംഭിച്ചു. ഇത് ചോർന്നിരിക്കുന്ന ടെലഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തത്. ടെലഗ്രാം ആപ്പിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തു. അത് തേടി ചെന്നിട്ടാണ് ആസിഫ് വില്യം റഹ്മാനെ കംബോഡിയയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നോക്കൂ, ഇയാൾ അമേരിക്ക ഏതോ ദൗത്യവുമായി കംബോഡിയയിലേക്ക് വിട്ടിരിക്കുന്ന ഒരു CIA ഏജൻ്റാണ്. അയാളിത് ചോർത്തിയപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ക്ഷീണം പലതരത്തിലാണ്. ഒന്ന്, CIAയുടെ ഏജൻറ്റ് ഇറാന് വേണ്ടി ചാരപ്പണി ചെയ്തു. 2, അമേരിക്കയുടെ ഏറ്റവും സങ്കീർണമായ ഏറ്റവും സൂക്ഷ്മമായ ഒരു സാധനമാണ് ഉപഗ്രഹങ്ങൾ, ചാര ഉപഗ്രഹങ്ങളുടെ കോർഡിനേഷനും അവരുടെ ഡാറ്റ അനാലിസിസും. അതിൻ്റെ വിവരങ്ങൾ ചോർന്നു. മൂന്നാമത്തത്, ഇത് വലിയ നാണക്കേടായത് മാത്രമല്ല, ഇറാന് അമേരിക്കയുടെ വിവരങ്ങൾ, CIAയുടെ ഏറ്റവും ക്ലാസിഫൈഡ് ആയിട്ടുള്ള വിവരങ്ങൾ ആർക്ക് കിട്ടുന്നു? ഇറാന് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു ചെറിയ പുള്ളിയല്ല.
നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ അമേരിക്ക സാമ്പത്തിക ഉപരോധമൊക്കെ ഏർപ്പെടുത്തി സൈനികമായും സാമ്പത്തികമായും ഒക്കെ തളർത്തിയിട്ടും അമേരിക്കയുടെ ചാരസംഘടനയ്ക്കകത്ത് വരെ ഇറാന് ഇപ്പോഴും നുഴഞ്ഞു കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കുന്നത് ഈ പ്രധാനമായും ആളുകളെ വശീകരിക്കുന്ന ചാരന്മാരെയൊക്കെ ഡബിൾ ഏജൻറ്റുമാരൊക്കെ പണം കൊടുത്തിട്ടാണ് മറ്റു പ്രലോഭനം സ്ത്രീകളെ ഉപയോഗിച്ചിട്ടൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് വളരെ രസകരമായൊരു കാര്യമുണ്ട്. വെർജീനിയ കോടതിയിൽ FBI പറഞ്ഞിരിക്കുന്നത് ഇയാൾ പണത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയോ അല്ല, ഇയാളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഏറ്റവും അപകടം. കാരണം ഇയാളുടെ വിശ്വാസം ഏതാണ്? ആസിഫ് വില്യം റഹ്മാൻ ഈസ് എ മുസ്ലിം അല്ലേ? മുസ്ലിമാണ്. ഇസ്ലാമിനോടുള്ള വിശ്വാസം കൊണ്ട് അമേരിക്കയുടെ പക്കലുള്ള സങ്കീർണമായ വിവരങ്ങൾ ആരെ സഹായിക്കാൻ വേണ്ടി ചോർത്തി? ഇറാനെ സഹായിക്കാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി ചോർത്തി. ഇത് വളരെ, ഞാൻ ഈ പറയുന്നത് ഈ ഒരു ചാരന്മാർ ചോർത്തുന്നതൊക്കെ സാധാരണ സംഭവമാണ്. പണത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിലൊക്കെ ചില ആളുകൾ പട്ടാളക്കാരൊക്കെ വിവരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കേസുകളൊക്കെ വന്നിട്ട് അറസ്റ്റിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഒരാൾ ചോർത്തുന്നു. അമേരിക്കയ്ക്ക് വലിയ പ്രഹരമാണ്. അമേരിക്ക പഠിക്കേണ്ട പാഠമാണ്. ഇപ്പം നമുക്ക് പറയാൻ പറ്റും നമ്മൾ ആ പറയുന്നത് തെറ്റാണ്. കാരണം ഒരാൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾ പ്രധാനപ്പെട്ട പദവികളിൽ വന്നാൽ അയാൾ തങ്ങളുടെ രേഖകൾ ചോർത്തും എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. പക്ഷേ ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം സ്വന്തം രാജ്യത്തെക്കാൾ കൂറ് തൻ്റെ വിശ്വാസ പ്രമാണങ്ങളോടാണെന്ന് പറഞ്ഞാൽ ഏത് രഹസ്യാന്വേഷണ ഏജൻസി ഏത് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? നമ്മുടെ ഒരു വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച്, ഉപരാഷ്ട്രപതി ആയിരുന്ന ഒരാളെക്കുറിച്ച്, ഞാൻ പേരൊന്നും പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, വലിയ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ SDP ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആക്ഷേപമുണ്ട്. അദ്ദേഹം പദവിയിലിരിക്കെ വൈസ് പ്രസിഡന്റ് എന്ന അധികാരം ഉപയോഗിച്ച്, ഇതൊക്കെ കേട്ടുകേഴ്വിയാണ്, റൂമേഴ്സാണ്, നമുക്ക് ഡോക്യുമെൻ്റ് ഇല്ല, തെളിവില്ല, റൂമേഴ്സ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം റോയുടെ അടക്കമുള്ള ഫയലുകൾ പരിശോധിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആൾ റിട്ടയർമെൻറ്റിന് ശേഷവും പദവി ഒഴിഞ്ഞതിന് ശേഷവും ഇസ്ലാമിക സംഘടനകളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കും. ഇത് ഈ ആസിഫ് വില്യം റഹ്മാനെക്കുറിച്ചുള്ള വാർത്ത, CIA ഏജൻറ്റിനെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ സ്ഥാനത്തും ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ എനിക്ക് വിശ്വാസമാണ് പ്രധാനം എന്ന് കരുതുന്ന ആളുകൾ തന്ത്രപ്രധാനമായ പദവികളിലെത്തിയാൽ എന്ത് സംഭവിക്കും? ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ പോലീസ് കണ്ടിട്ടില്ല, കേരള പോലീസിൽ പച്ച വെളിച്ചം എന്ന് പറഞ്ഞിട്ട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തുന്നു. എന്നിട്ട് പറയുന്നു അതില്ല എന്ന് പറയുന്നു. ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായ എത്രയോ പേരെ നടപടിയെടുത്തു. കേരള പോലീസ് എത്രയോ പേരെ നടപടിയെടുത്തു. ചില നടപടി എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റലാണ്. ഈ തൊടുപുഴ ഇരുന്ന് ചോർത്തിയ ഒരുത്തരെ കൊല്ലത്തേക്ക് മാറ്റി. ഇനി കൊല്ലത്തെ ചോർത്തണമല്ലോ. നടപടി അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു. അവൻ ഒരു ജില്ലയിൽ അവൻ്റെ ജോലി കഴിഞ്ഞു. അതായത് RSSകാരുടെയും ഹിന്ദു സംഘടനകളുടെയും നേതാക്കന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ആരൊക്കെയാണ് അവർക്ക് ഭീഷണിയുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി കൈമാറുക, വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക, പ്രധാനപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത്തരം വിവരങ്ങളാണ് പോലീസിൻ്റെ സൈബർ സെല്ലിൽ ഇത്തരം മതതീവ്രവാദ സംഘടനകളെക്കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും അതീവ പ്രധാനമായ തന്ത്രപ്രധാനമായ സീറ്റിലിരുന്നിട്ട് അത് പുറത്തേക്ക് ചോർത്തി കൊടുത്ത ആൾ കേരള പോലീസിലുണ്ടായിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരതിനകത്ത് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് വരെയുള്ള അതിനും വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കേരള പോലീസിൽ പച്ചവെളിച്ചം എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത് ആരുടെ പേരിലാണ്, ആരുടെ കാലത്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണ്ട. എനിക്കറിയാവുന്ന ഒരാൾ പറയാം. എൻ്റെ ഒരു സുഹൃത്തായ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഹിന്ദുവാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ മുസ്ലിമാണെന്ന് തോന്നും. അപ്പോൾ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള പോലീസ് ഓഫീസർ മുസ്ലിമായിരുന്നു. അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും കൃത്യമായി ഇദ്ദേഹത്തിന് കൊടുക്കും. പുള്ളി വിചാരിക്കുന്നത് ഇദ്ദേഹം മറ്റേ ഇസ്ലാം മതത്തിൽപ്പെട്ടതാണ്. ആ സുഹൃത്തിന് തന്നെ വേറൊരു അനുഭവം ഉണ്ടായി. ഒരു ദിവസം അദ്ദേഹത്തെ ET മുഹമ്മദ് ബഷീർ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിനൊരു ഫോൺ വരുന്നു. ഇന്ന പത്രത്തിൽ നമ്മുടെ ആളുകളൊക്കെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളെ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഒരാൾ വരട്ടെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം സെനറ്റിൽ അംഗമായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത കേരളത്തിലെ മുതിർന്നൊരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ ആ പേര് പറയുന്നില്ല. ഇത് ഞാൻ ആധികാരികമായി ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങി നല്ല പണ്ടേ തുടങ്ങിയതാണ്. നമ്മുടെ ആളുകളാണെങ്കിൽ വേണ്ടപ്പെട്ട ഒരു പരിഗണന കൊടുക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ട് ഇത് പുറത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പറഞ്ഞ നമ്മൾ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകൾ സ്വന്തം രാജ്യത്തോട്, സ്വന്തം സേനയോട്, അതല്ലെങ്കിൽ സ്വന്തം സംസ്കൃതിയോട് പോലും താല്പര്യമില്ലാതെ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളാണ്, എൻ്റെ പ്രത്യയശാസ്ത്രമാണ് പ്രധാനം എന്ന് കരുതിയാൽ CIA പോലും അപകടത്തിലാകുമെന്നതിൻ്റെ തെളിവാണ് ആസിഫ് വില്യം റഹ്മാൻ്റെ അറസ്റ്റ്. അപ്പോൾ ഏതായാലും ഇത് പേരിൽ പലതും ഉണ്ടല്ലേ. ഒരു പേരിൽ എന്തിരിക്കുന്നു, ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു. കാരണം ഇനി ഇപ്പോൾ തന്നെ പറഞ്ഞത് കടുത്ത വർഗീയതയാണെന്ന് പറയും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി പറയണ്ട. പക്ഷേ ഇത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ അന്ന് അമേരിക്കയാണ് ഇത് ചോർത്തിയെന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയാണ്. ഇസ്രായേലിന്റെ കൂടെ ഇത് പുറത്ത് അമേരിക്ക അത് പ്ലേ ഡൗൺ ചെയ്താണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു CIA ഏജൻറ്റ് ഞങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജുകൾ എടുത്തിട്ട് ചോർത്തി ഇറാന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ആ സമയത്ത് ഒരു ക്ഷീണമായിരുന്നു. ഇപ്പോൾ ഇത് പുറത്ത് വരുന്നത് അതിൻ്റെ ആ FBI ആളെ അറസ്റ്റ് ചെയ്തു, കംബോഡിയയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വെർജീനിയ കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. പക്ഷേ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ അല്ല, നമ്മുടെ മാധ്യമങ്ങളിൽ വരേണ്ടതാണ്. കാരണം അമേരിക്കയ്ക്ക് ഒരു ക്ഷീണം പറ്റിയല്ലേ. CIAക്കിട്ട് ഇറാൻ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. ഏതായാലും ആസിഫ് വില്യം റഹ്മാൻ ഒരു മനുഷ്യനല്ല, ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ആ പ്രതീകം എന്തും ചെയ്യും എന്ന് CIA പോലും കുമ്പസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യമൊക്കെ ആലോചിച്ചാൽ മതി. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.